കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ കെ.എം. മാണി ജന്മദിനം ആഘോഷിച്ചു. ദേവികുളങ്ങര ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിലാണ് കാരുണ്യദിനം ആചരിച്ചത്. കെ.എം. മാണിയുടെ 92ാം ജന്മദിനത്തിന്റെ ഭാഗമായായിരുന്നു കാരുണ്യദിന ആചരണം. ദേവികുളങ്ങര കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദേവികുളങ്ങര ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജന്മദിന സമ്മേളനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ ദിനമായി ആചരിക്കുക. ആ കാരുണ്യ ദിനത്തിൽ അവരെല്ലാ കേന്ദ്രങ്ങളിലും ഇതേപോലെ ഭക്ഷണ വിതരണവും സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ശ്രീ സജു ഇങ്ങനെയൊരു പരിപാടി നടത്തണം എന്ന് പറയുമ്പോൾ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കായിരുന്നു. നമ്മുടെ ബെഡ് സ്കൂളിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ പഞ്ചായത്തിന്റെ ഭക്ഷണം സ്ഥിരമായി കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ പഞ്ചായത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ മാണിസാറിന്റെ ഒരു ജന്മദിനത്തിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഏറ്റെടുക്കുകയായിരുന്നു. മാണിസാറ് കേരളത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കമുള്ള മന്ത്രിപദങ്ങളിൽ ഇരുന്നിട്ടുള്ള വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. ഡോക്ടർ സജു ഇടക്കാട് അധ്യക്ഷത വഹിച്ചു. കെ.എം. മാണി സാറിൻ്റെ 92ാമത് ജന്മദിനം കേരളമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആഘോഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം, കേരള രാഷ്ട്രീയത്തിൽ ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത 53 വർഷം തുടർച്ചയായി ഒരു നിയമസഭാ മണ്ഡലം, അതായത് പാലായിൽ നിന്നുകൊണ്ട് തുടർച്ചയായിട്ട് വിജയിച്ച് അതിൽ 25 വർഷം മന്ത്രിയായി റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ധനകാര്യ വകുപ്പ് ഉൾപ്പെടെ ആഭ്യന്തരം ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക വകുപ്പുകളും കൈകാര്യം ചെയ്യുകയും കാരുണ്യ പദ്ധതികളിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികൾക്ക് ഇന്നും ആശ്രയമായി നിൽക്കുന്ന പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ശ്രീ കെ.എം. മാണി സാറിൻ്റെ 92ാമത് ജന്മദിനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1000 കേന്ദ്രങ്ങളിൽ കേരളത്തിൽ കാരുണ്യദിനമായി ആചരിക്കുകയാണ്. വില്ലേജ് ഓഫീസർ എച്ച് അജീഷ്, വില്ലേജ് അസിസ്റ്റന്റ് അരുൺകുമാർ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ്, ICDA സൂപ്പർവൈസർ ധന്യ, കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് രത്നകുമാർ പി, സെക്രട്ടറി അനുസ്മിത ആർ, തങ്കമണി രാജേന്ദ്രൻ, രേഖ ആർ, ശശിധരൻ, അനിഷ, ഷീജായൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.